വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ബയോളജിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ ആയിട്ടുള്ള ബ്രെയിനിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബയോളജിയുടെ നമ്മളൊരു സീരീസ് പോലെ തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ക്ലാസ്സസ് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിനെ പറ്റിയാണ്. നമ്മളിപ്പോൾ പഠിക്കുവാണ്, പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മുടെ ഈ ഒരു RRB എക്സാംസിന് വേണ്ടിയിട്ട് ഒരു പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് എന്ന് പറയുന്നത് 4500 ആണ്. അപ്പം നിങ്ങൾക്ക് അതിൽ ഡെമോ ക്ലാസ്സസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാനാണെങ്കിൽ ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളെ കുറച്ചുകൂടെ കെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങളിവിടെ വന്നിരുന്ന് പഠിക്കുന്നു, അതേപോലെ ഒത്തിരി കുട്ടികളുണ്ടാവും നിങ്ങളുടെ അതേ ലെവലിനുള്ള. അപ്പം എന്ത് ചെയ്യാം, ഒരു കുറച്ചുകൂടെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് വരും. അപ്പം അതാണ് ആ ഒരു ഓഫ്ലൈനും ഓൺലൈനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വന്ന് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, അതേപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ അവിടെ വന്ന് പഠിക്കാം. അപ്പം എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെയിനിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ ബ്രെയിൻ, ഒരു അഡൽറ്റിൻ്റെ ഒരു ഹ്യൂമൻ ബ്രെയിൻ്റെ ആവറേജ് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് 1.2 മുതൽ 1.4 കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1220 മുതൽ 1400 ഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് ആവറേജ് ഒരു ഹ്യൂമൻ്റെ ബ്രെയിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ 2% വരും എന്തെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. നമുക്കത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റിൻ്റെ ഒരു 2% വെയിറ്റ് വരുന്നുണ്ട് എന്ത് നമ്മുടെ ബ്രെയിനിന് തന്നെ. ഇനി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുള്ള എനർജി, ആ എനർജിയുടെ 20% യൂട്ടിലൈസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിനാണ്. ആ 20% എനർജിയും യൂസ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ബ്രെയിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹ്യൂമൻ ബ്രെയിനിൻ്റെ ആവറേജ് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.2 മുതൽ 1.4 കിലോയാണ്. അല്ലെങ്കിൽ ഗ്രാമിലാണെങ്കിൽ 1220 മുതൽ 1400 ഗ്രാം എന്ന് നിങ്ങൾ ഓർത്തിരിക്കാം. ഒരു ആവറേജ് ആണ്, ഇതിൻ്റെ ഇടയിലായിട്ട് വരും. ഇനി നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റിൻ്റെ 2% വരും എന്തെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് പറയും. ഇനി നമ്മുടെ ബോഡിയിൽ എനർജി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ 20% എനർജിയും ആരാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബ്രെയിനിൻ്റെ കവറിങ്, ബ്രെയിന് അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അപ്പോൾ ഉറപ്പായിട്ടും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ലെയറുകൾ വേണം. നമ്മുടെ ഈ ഒരു ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലെയറുകളുണ്ട്. അതിൽ ഏറ്റവും അകത്തുള്ള ഇന്നർമോസ്റ്റ് ലെയർ, ഈ ഇന്നർമോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ പിയാ മാറ്റർ എന്ന് പറയുന്നത്. പിയാ മാറ്റർ എന്ന് പറയും. ഇനി നടുക്കുള്ള ഈ ഒരു ലെയർ, ഇത് പിയാ മാറ്റർ. നടുക്കുള്ള ഈ ഒരു ലെയറിനെ നമ്മൾ അരക്കനോയിഡ് എന്ന് പറയും. അരക്കനോയിഡ്. ഇനി ഏറ്റവും പുറമേയുള്ള ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് അത് ഡ്യൂറാ മാറ്റർ ആണ്. അപ്പൊ ഇന്നർമോസ്റ്റ് ലെയർ പിയാ മാറ്റർ ആണ്, മിഡിൽ ലെയർ എന്ന് പറയുന്ന അരക്കനോയിഡ് ആണ്, ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഡ്യൂറാ മാറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. പുറത്തുള്ള ലെയറിന് കുറച്ചുകൂടെ കട്ടി കൂടുതലായിരിക്കും, അകത്തുള്ള പിയാ മാറ്ററിന് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ ആയിരിക്കും. ഇനി ഈ പിയാ മാറ്ററും അരക്കനോയിഡിനും ഈ 2 ലെയറിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് ഒരു സ്പേസ് കാണാൻ വേണ്ടി പറ്റും. ഈ സ്പേസിനെ നമ്മൾ സബ് അരക്കനോയിഡ് സ്പേസ് എന്നാണ് പറയുന്നത്. സബ് അരക്കനോയിഡ് സ്പേസ് എന്നാണ് നമ്മൾ ഈ ഒരു സ്പേസിനെ പറയുന്നത്. അപ്പം ഈ ഒരു സ്പേസിൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പം ആ ഫ്ലൂയിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിയാ മാറ്ററിൻ്റെയും അരക്കനോയിഡിനും ഇടയിലുള്ള ഈ ഒരു സ്പേസ് ആയിട്ടുള്ള സബ് അരക്കനോയിഡ് സ്പേസിൽ ഫ്ലൂയിഡ് ഉണ്ട്.
ആ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ, ഈ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പുറത്തുനിന്ന് നമ്മുടെ തലയ്ക്ക് എന്തെങ്കിലും ഒരു മെക്കാനിക് ഒരു അടി കിട്ടുവാണെന്ന് വിചാരിക്കാം. അപ്പം ഈ ഒരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഈ ഫ്ലൂയിഡ് സത്യം പറഞ്ഞാൽ ഒരു കുഷനെ പോലെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഒരു ഷോക്ക് അബ്സോർബർ പോലെ ഇത് ആക്ട് ചെയ്യും. അപ്പം ഈ പുറത്തുനിന്ന് വരുന്ന ഈ പ്രഷർ ഫുൾ എന്ത് ചെയ്യും, ഇതിൽ വന്ന് തട്ടി അവിടെ അങ്ങ് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അകത്തുള്ള നമ്മുടെ ബ്രെയിൻ പ്രൊട്ടക്റ്റഡ് ആവും. ഓക്കെ, നമ്മുടെ ബ്രെയിൻ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അതിൻ്റെ അകത്തുണ്ടാവും. അപ്പം പുറത്തുനിന്ന് വരുന്ന മാക്സിമം പ്രഷറുകളെ എല്ലാം തടയാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്, നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഷോക്ക് അബ്സോർബർ അല്ലെങ്കിൽ ഒരു കുഷനെ പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമ്മുടെ ബ്രെയിൻ ഇത്രയും പ്രൊട്ടക്റ്റഡ് ആണ്, 3 ലെയേഴ്സ് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി ആ അകത്തുള്ള ലെയറും നടുക്കുള്ള ലെയറിൻ്റെ ഇടയിലുള്ള ഈ ഫ്ലൂയിഡും കൂടെ നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഈ 3 ലെയേഴ്സ് പിയാ മാറ്ററും അരക്കിനോയിഡും ഡ്യൂറാ മാറ്ററും, ഈ 3 ലെയേഴ്സിനെയും കൂടെ ചേർത്തിട്ട് പറയുന്ന പേരാണ് മെനിഞ്ചസ് എന്ന് പറയും. മെനിഞ്ചസ് 3 പേരെയും കൂടെ ചേർത്തിട്ട് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, മെനിഞ്ചസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 3 ലെയേഴ്സ് എന്താണ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്താണ്, ഈ 3 ലെയറുകളെയും കൂടെ ചേർത്തിട്ട് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, മെനിഞ്ചസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി നമ്മുടെ ബ്രെയിനിൻ്റെ ഓരോ പാർട്ടുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനെ 3 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിലൊന്ന് നമ്മുടെ ഫോർ ബ്രെയിൻ. ഓക്കെ, ഈ ഒരു ഭാഗം വരും, ഈ ഒരു പാർട്ട് ഫോർ ബ്രെയിൻ. പിന്നെ നമ്മുടെ മിഡ് ബ്രെയിൻ, നമ്മുടെ നടുക്കുള്ള ഒരു ഭാഗം. ഓക്കെ, നടുക്കുള്ള പാർട്ട്, ഈ ഒരു പാർട്ട്, ഇത് മിഡ് ബ്രെയിൻ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇത്രയുള്ള ഈ ഒരു പോർഷൻ നമ്മുടെ ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മുടെ ബ്രെയിനിന് 3 പാർട്സ് ഉണ്ട്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, അതേപോലെ തന്നെ എന്താണ്, ഹൈൻഡ് ബ്രെയിൻ ആണ്. ഓക്കെ, ഈ ഫോർ ബ്രെയിനിൽ ആരൊക്കെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫോർ ബ്രെയിനിൽ നിങ്ങൾ 3 പാർട്സ് വേണം ഓർത്തിരിക്കാൻ. സെറിബ്രം ഉണ്ട്, അതേപോലെ തന്നെ തലാമസ്, ഹൈപ്പോതലാമസ്. ഈ 3 പേരെ വേണം നിങ്ങൾ ഫോർ ബ്രെയിനിൽ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, നമ്മൾ കുഞ്ഞിലേ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ എന്നാണ് പഠിച്ചു വെച്ചേക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പേരും കൂടെ ഉണ്ട്. അപ്പോൾ ആ പാർട്സും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഫോർ ബ്രെയിനിൽ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. മിഡ് ബ്രെയിനിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഒന്നുമില്ല, ജസ്റ്റ് മിഡ് ബ്രെയിനിൽ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്ട് വരുന്നത് ഈ താഴ്ഭാഗത്താണ്, ഹൈൻഡ് ബ്രെയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഹൈൻഡ് ബ്രെയിനിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരൊക്കെ ഉണ്ട്, നമ്മുടെ സെറിബെല്ലം, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറിബെല്ലം ഉണ്ട്. അതുപോലെ തന്നെ പോൺസ്, പിന്നെ മെഡുല ഒബ്ലോങ്കേറ്റ. മെഡുല എന്നാണ് ഈ പടത്തിൽ കൊടുത്തേക്കുന്നത്, മെഡുല ഒബ്ലോങ്കേറ്റ എന്നാണ് ഫുൾ നെയിം നമ്മൾ പറയും. ഓക്കെ, ഇങ്ങനെ ബ്രെയിനിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനിൽ 3 പേരെ ഓർത്തിരിക്കുക, സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. മിഡ് ബ്രെയിൻ അതേപടി മിഡ് ബ്രെയിൻ ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ഹൈൻഡ് ബ്രെയിനിൽ സെറിബെല്ലം, പോൺസും മെഡുല്ലയാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഓരോ പാർട്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഫോർ ബ്രെയിൻ, പിന്നെ മിഡ് ബ്രെയിൻ, പിന്നെ ഹൈൻഡ് ബ്രെയിൻ പറയും. ഈ ഫോർ ബ്രെയിനിൽ തന്നെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെറിബ്രത്തെ പറ്റിയാണ്. സെറിബ്രം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങ് അറ്റം വരെ ഈ കാണുന്ന ഫുൾ ഈ ലാർജ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സെറിബ്രമാണ്. ബ്രെയിനിൻ്റെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് എന്നറിയപ്പെടുന്നത് നമ്മുടെ സെറിബ്രമാണ്. അതാണ് ഏറ്റവും ഇത്രയും കവർ ചെയ്യുന്നുണ്ട്, ഈ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ഇനി ബ്രെയിനിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ബ്രെയിൻ മൊത്തത്തിൽ നമുക്ക് എടുക്കുവാണെങ്കിൽ ഈ ഫുള്ള് ആ കവർ ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ സെറിബ്രമാണ്. ഓക്കെ, അപ്പം സെറിബ്രത്തിന് നമുക്ക് ലെഫ്റ്റും റൈറ്റ് എന്ന് പറയും. ഇങ്ങനെ 2 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനും പറ്റും സെറിബ്രത്തിനെ. ഓക്കെ, അപ്പം ലെഫ്റ്റ് സെറിബ്രം ഉണ്ട്, റൈറ്റ് സെറിബ്രം ഉണ്ട്. ഈ 2നെയും കൂടെ ചേർത്ത് വെക്കുന്ന ഒരു ലെയർ ഫൈബറുകളുണ്ട്. ഓക്കെ, ഒരു ലെയർ ടിഷ്യൂസ് ഉണ്ട്. അവരെ പറയുന്ന പേരാണ് കോർപ്പസ് കലോസം എന്ന് പറയും. കോർപ്പസ് കലോസം.
റൈറ്റ് സെറിബ്രത്തിനെയും ലെഫ്റ്റ് സെറിബ്രത്തിനെയും കൂടെ ചേർത്ത് വെക്കുന്ന അതിനിടയിലുള്ള ആ ഒരു ലെയർ ഓഫ് ടിഷ്യൂവിനെ പറയുന്ന പേരാണ് കോർപ്പസ് കലോസം എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഈ സെറിബ്രത്തിനെ പറ്റിയാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. സെറിബ്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ പോർഷനാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സെറിബ്രം. ഓക്കെ, ഈ സെറിബ്രത്തിനെ തന്നെ വീണ്ടും നമുക്ക് 4 പാർട്ടുകളായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒന്ന് നമ്മുടെ ഫ്രണ്ടൽ ലോബ്, ഫ്രണ്ടിലുള്ള ലോബ്. ഓക്കെ, പിന്നെ അതിന് പിറകെ ഇരിക്കുന്നത് പരൈറ്റൽ ലോബ്. പിന്നെ നമ്മുടെ ചെവിയുടെ ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്, അത് ടെമ്പറൽ ലോബാണ്. പിന്നെ താഴെയായിട്ട് വരുന്നതാണ് ഓസിപെറ്റൽ ലോബ്. ഈ 4 ലോബുകൾ നമുക്ക് സെറിബ്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫ്രണ്ടൽ ലോബ്, പരൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓസിപെറ്റൽ ലോബ്. അതിലെ നമ്മുടെ ഫ്രണ്ടൽ ലോബ്, ഫ്രണ്ടിലുള്ള ഫ്രണ്ടൽ ലോബ് മെയിനായിട്ട് നമ്മുടെ കോഗ്നീറ്റ് ഫങ്ഷൻസും അതേപോലെ തന്നെ നമ്മുടെ വോളണ്ടറി മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ്. കോഗ്നേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം എന്തെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻസ് മേക്ക് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ കോഗ്നേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഫ്രണ്ടൽ ലോബാണ്. അതേപോലെ തന്നെ നമ്മുടെ കൺട്രോളിലുള്ള ഇപ്പം കൈ കാലൊക്കെ നമ്മൾ മൂവ് ചെയ്യുക, ഇങ്ങനത്തെ വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനും സഹായിക്കുന്നത് നമ്മുടെ ആരാണ്? നമ്മുടെ ഫ്രണ്ടൽ ലോബാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് പരൈറ്റൽ ലോബാണ്. ഓക്കെ, പരൈറ്റൽ ലോബ് മെയിനായിട്ട് സെൻസറി ഇൻഫർമേഷൻസ്, ടച്ച്, അതേപോലെ തന്നെ സ്പേഷ്യൽ പെർസെപ്ഷൻ, ടച്ച് ഫീൽ, ഇപ്പോൾ നമ്മൾ ഒരാളെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടച്ച് നമുക്ക് ഫീൽ ചെയ്യാം, അത് നമുക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ പരൈറ്റൽ ലോബാണ്. അതേപോലെ തന്നെ സ്പേഷ്യൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് നമുക്കിപ്പോൾ ഒരു ഹാബിറ്റാറ്റ് കാണും, ആ ഹാബിറ്റാറ്റുമായിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, അപ്പം അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഹാബിറ്റാറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പൊരുത്തപ്പെടുക, നമ്മൾ അഡാപ്റ്റഡ് ആവുക, എന്നിട്ട് അവിടെ ജീവിക്കുക. അപ്പോൾ പുറമേ നമ്മളെ ചുറ്റുമുള്ള വേൾഡിനെ പറ്റി ഒരു ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുക, അതുമായിട്ട് അഡാപ്റ്റഡ് ആവുക, അതിനെപ്പറ്റി നമുക്കൊരു അവയർനെസ് ഉണ്ടാവുക, അതിനെയാണ് സ്പേഷ്യൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനൊക്കെ സഹായിക്കുന്നത് നമ്മുടെ പരൈറ്റൽ ലോബാണ്. അതേപോലെ നമ്മുടെ ചെവിയുടെ ഭാഗത്ത് വരുന്ന ടെമ്പറൽ ലോബ്, ചെവിയുടെ ഭാഗത്തോട്ട് വരുന്നതുകൊണ്ട് തന്നെ എന്തായാലും ആരെ കൺട്രോൾ ചെയ്യും? നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, കേൾക്കുന്ന കാര്യം നമ്മൾ ഓർത്തെടുക്കുക, അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലാക്കിയെടുക്കുക, അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ആ ഇൻഫർമേഷൻ മനസ്സിലാക്കിയെടുക്കുക, ഇതിനൊക്കെ സഹായിക്കുന്നത് നമ്മുടെ ടെമ്പറൽ ലോബാണ്. ഓക്കെ, അപ്പം നമ്മുടെ ചെവിയുടെ ഭാഗത്ത് വരുന്ന ഈ ടെമ്പറൽ ലോബാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ കേട്ട കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാൻ, ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക, ഓക്കെ, മെമ്മറിക്ക് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, നാലാമത്തത് നമ്മുടെ ഓസിപെറ്റൽ ലോബാണ്. ഇത് മെയിൻലി നമ്മുടെ കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം കാണുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കണ്ടു, അതിന് എന്ത് കളറാണ്, അതിൻ്റെ ഷേപ്പ് എന്താണ്, സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ മോഷൻ, ഇനി അതിന് എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അത് നമ്മളിൽ നിന്ന് എത്ര ദൂരത്തിലാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഓസിപെറ്റൽ ലോബാണ്. ഓക്കെ, ഇതെല്ലാം സെറിബ്രത്തിൻ്റെ പാർട്ടുകളാണ്. അപ്പം മൊത്തത്തിൽ നമുക്ക് കോമൺ ആയിട്ട് സെറിബ്രത്തിൻ്റെ ഫങ്ഷൻ നമുക്ക് എന്ത് പറയാം? ഒന്ന് നമ്മുടെ മെമ്മറി. ഓക്കെ, നമ്മുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻ്റലിജൻസ്, ഓക്കെ, നമ്മുടെ ബുദ്ധി, അതേപോലെ നമുക്ക് പഠിക്കാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രമാണ് സഹായിക്കുന്നത്. ഓക്കെ, ഇത് ഓരോ പാർട്ടുകളാണ് ഈ ഫങ്ഷൻസ് ചെയ്യുന്നതെങ്കിലും കോമൺ ആയിട്ട് നമുക്ക് സെറിബ്രത്തിൻ്റെ ഫങ്ഷൻ മെമ്മറി, ഇൻ്റലിജൻസ്, അതേപോലെ നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുക, നമുക്ക് ഹിയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുക, ടച്ച് സെൻസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സെറിബ്രത്തിൻ്റെ ഫങ്ഷനായിട്ട് കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഇതാണ് സെറിബ്രം. ഓക്കെ, ഇനി സെറിബ്രം കൂടാണ്ട് നമ്മൾ പറഞ്ഞു ഫോർ ബ്രെയിനിൽ 2 പേരും കൂടെ ഉണ്ട്, തലാമസും ഹൈപ്പോ തലാമസും. ഓക്കെ, ഈ ഒരു പാർട്ടാണ് തലാമസ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഈ ഒരു ഭാഗമാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി? ഇത് മൊത്തത്തിൽ നമ്മുടെ ഈ സെറിബ്രം കൊണ്ട് ഇതിനെ പൊതിഞ്ഞ് വെച്ചേക്കുവാണ്. ആരെയാണ്? തലാമസിനെയും ഹൈപ്പോ തലാമസിനെയും ഒക്കെ സെറിബ്രം മൊത്തത്തിൽ പൊതിഞ്ഞ് വെച്ചേക്കുവാണ്. നിങ്ങൾ ഈ കാണുന്ന ബ്രെയിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ബ്രെയിനിനെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അപ്പം തലാമസും ഹൈപ്പോ തലാമസും. ഓക്കെ, തലാമസ് എന്ന് പറയുന്നത് ഒരു സെൻസറി റിലേ സ്റ്റേഷൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സിഗ്നൽസ്, ഇൻഫർമേഷൻസ് വന്ന് ഇറങ്ങി പോകുന്ന, എല്ലാം കൂടെ വന്ന് ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് തലാമസ് എന്ന് പറയും. ഓക്കെ, അതേപോലെ സെൻസറി സിഗ്നൽസ് എല്ലാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചൂടുള്ള ഒരു സാധനത്തിൽ തൊട്ട്, ഓക്കെ, ആ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലോട്ട് എത്തണമല്ലോ. ഇതെല്ലാം റിസീവ് ചെയ്ത് എത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലാമസ് വഴിയാണ്. ഓക്കെ, തലാമസ് വഴിയാണ് നമ്മുടെ സെറിബ്രത്തിലോട്ട് ഈ ഇൻഫർമേഷൻസ് എല്ലാം വന്ന് എത്തുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഇതിന് ഒരു ഇടയിലായിട്ട് ഒരു സ്റ്റേഷൻ പോലെ നിൽക്കുവാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ തലാമസ് എന്ന് പറയുന്നത്. ഇനി തലാമസിനോട് ചേർന്ന് തന്നെ താഴെ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നതാണ് ഹൈപ്പോ തലാമസ്. ഓക്കെ, ഹൈപ്പോ തലാമസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് ആരെ? ഹൈപ്പോ തലാമസിനെ. എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഹൈപ്പോ തലാമസ്. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലാണ് ഗ്ലാൻസുകൾ, ഗ്രന്ഥികളെല്ലാം വരുന്നത്. ഓക്കെ, പീനൽ ഗ്ലാൻഡ്, തൈറോയിഡ്, അതേപോലെ തന്നെ പാൻക്രിയാസ്, അഡ്രീനൽ ഗ്ലാൻഡ്, ഇങ്ങനെ ഒത്തിരി ഗ്ലാൻസ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലുണ്ട്. ഈ ഗ്ലാൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഹെഡായിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും എൻഡോക്രൈൻ സിസ്റ്റത്തിനെയും കണക്ട് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹൈപ്പോ തലാമസ് സഹായിക്കും. അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. ഇനി നമുക്ക് വിശപ്പ് തോന്നും, ദാഹം തോന്നും, അങ്ങനെയൊക്കെ ടെൻഡൻസികൾ നമ്മളെ തോന്നിപ്പിക്കുന്നതും ആരാണ്? നമ്മുടെ ഹങ്കർ, തേഴ്സ്റ്റ്, ഇതൊക്കെ തോന്നിപ്പിക്കുന്നത് നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. ഓക്കെ, നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസിനെ എല്ലാം കൺട്രോൾ ചെയ്ത് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആളും ഹൈപ്പോ തലാമസ് ആണ്. ഇപ്പം നമുക്ക് ദേഷ്യം തോന്നും, സന്തോഷം തോന്നും, വിഷമം തോന്നും. അപ്പം ഇങ്ങനെ പല ഇമോഷൻസിൽ കൂടെ നമ്മളെല്ലാം കടന്നു പോകാറുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ ഇമോഷൻസ് എല്ലാം നമ്മളെ ഹോർമോണുകൾ തോന്നിപ്പിക്കുന്നതാണ്. ഈ ഹോർമോൺസിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഹൈപ്പോ തലാമസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷൻസിനെയും ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? ഹൈപ്പോ തലാമസ് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ, നമുക്ക് അതേപോലെ വിശപ്പ്, ദാഹം, നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെയും എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെയും കൂടെ ലിങ്ക് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഈ 3 പേരാണ് ഫോർ ബ്രെയിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഫോർ ബ്രെയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ് 3 പേരെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മിഡ് ബ്രെയിനെ പറ്റിയാണ്. ഓക്കെ, മിഡിൽ ഭാഗത്ത് വരുന്ന നമ്മുടെ മിഡ് ബ്രെയിൻ. ഓക്കെ, നടുക്ക് വരുന്ന ഈ ഒരു പാർട്ട്. ഓക്കെ, ഈ ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മിഡ് ബ്രെയിന് കാണപ്പെടുന്നത് സെറിബ്രൽ ഹെമിസ്ഫിയർ, പ്രസന്റ് അണ്ടർ ദ സെറിബ്രൽ ഹെമിസ്ഫിയർ. സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ താഴെയും അതേപോലെ ഹൈൻഡ് ബ്രെയിനും മുകളിലും ആണല്ലോ. ഓക്കെ, സെറിബ്രൽ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് ഇത്രയും ഭാഗം. ഈ ഇത്രയും ഭാഗത്തിനും നമ്മുടെ ഹൈൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള ഭാഗം. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്നതാണ് ആര്? മിഡ് ബ്രെയിൻ എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പോർഷനാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മിഡ് ബ്രെയിൻ എന്ന് പറയും. നമ്മുടെ ഫോർ ബ്രെയിനെ ഹൈൻഡ് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മുടെ മിഡ് ബ്രെയിനാണ്. ഓക്കെ, മെയിനായിട്ട് മിഡ് ബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സ് മൂവ്മെൻറ്റ്സ് ഓഫ് ഐസ് ആൻഡ് ഹിയറിംഗ് റിഫ്ലെക്സസ്. മെയിനായിട്ട് നമ്മുടെ കണ്ണിനെയും ചെവിയെയും കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഐസിനെയും അതേപോലെ തന്നെ നമ്മുടെ ഇയറിനെ കൺട്രോൾ ചെയ്യുക. ഇപ്പം കണ്ണ് നമ്മളെ ലൈറ്റ് സെൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക, ഇയർ നമുക്ക് എന്താണ് ഹിയറിങ്ങിന് വേണ്ടി സഹായിക്കുക. ഇതിനൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ കണ്ണിനെയും ഇയറിനെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മിഡ് ബ്രെയിൻ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതാണ് മിഡ് ബ്രെയിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ മിഡ് ബ്രെയിനും അതുപോലെ തന്നെ ഹൈൻഡ് ബ്രെയിൻ, ഇവർ 2 പേരെയും കൂടെ ചേർത്തിട്ട് പറയുന്നതാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മരം വരയ്ക്കുവാണ്.
ഓക്കെ, ഈ മരത്തിൻ്റെ ഇത്രയും ഭാഗം, ഈ മരത്തിന് ഇത്രയും എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഈ ഭാഗം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആരാ? ഹൈൻഡ് ബ്രെയിൻ ആണ്. ഹൈൻഡ് ബ്രെയിൻ, സോറി, ആരാണ്? ഫോർ ബ്രെയിൻ ആണ്. ഫോർ ബ്രെയിൻ. ഓക്കെ, ഫോർ ബ്രെയിൻ എന്ന് പറയുമ്പം ഫോർ ബ്രെയിനിലെ മെയിൻ ആളാരാ? നമ്മുടെ സെറിബ്രം. ഓക്കെ, സെറിബ്രമാണ് ഇത്രയും ഈ ഒരു വിരിഞ്ഞ് ഇത്രയും എക്സ്പാൻഡഡ് ആയിട്ടിരിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. ബാക്കി ഈ മരത്തിൽ നമ്മൾ ഈ ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗം, ഇതൊരു സ്റ്റെമ്മ് പോലെയല്ലേ ഇരിക്കുന്നത്, ഒരു മരത്തിൻ്റെ സ്റ്റെമ്മ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ആ പോർഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ട്രീയുടെ സ്റ്റെമ്മ് എന്ന് പറഞ്ഞ് വരുന്നത് ആരൊക്കെയാണ്? നമ്മുടെ മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും ആണ്. ഓക്കെ, വലിപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ സെറിബ്രം മാത്രമാണ്. ബാക്കി ഈ കാണപ്പെടുന്ന പാർട്സ് എല്ലാം കുഞ്ഞു കുഞ്ഞു പാർട്സ് ആണ്. അതെല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് സ്റ്റെമ്മ് പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ബ്രെയിൻ സ്റ്റെം ഒക്കെ എന്താണെന്ന് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. മിഡ് ബ്രെയിനെയും ഹൈൻഡ് ബ്രെയിനെയും കൂടെ ചേർത്തിട്ട് പറയുന്നതാണ് എന്ത്? ബ്രെയിൻ സ്റ്റെം എന്ന് പറയും. ഓക്കെ, അപ്പം ഫോർ ബ്രെയിൻ നമ്മൾ പറഞ്ഞു, മിഡ് ബ്രെയിൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഹൈൻഡ് ബ്രെയിൻ ആണ്. ബ്രെയിനിൻ്റെ തന്നെ ലാസ്റ്റ് പോർഷനാണ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയും. ഓക്കെ, ഹൈൻഡ് ബ്രെയിനിലുള്ള പാർട്സുകൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറിബെല്ലം, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, മെയിനായിട്ട് ഈ 3 പാർട്സാണ്. ബ്രെയിൻ കഴിഞ്ഞ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആര്? നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയും. ഓക്കെ, ബ്രെയിൻ കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് തുടങ്ങുന്നതാണ് എന്ത്? നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയും. അപ്പം സ്പൈനൽ കോഡ് കടന്നു പോകുന്നത് നമ്മുടെ നട്ടെല്ല്, നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൽ കൂടെയാണ്. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് ബ്രെയിനിൻ്റെ പാർട്സിനെ പറ്റി മാത്രമാണ്. അപ്പം ബ്രെയിനിൽ, ആ ഹൈൻഡ് ബ്രെയിനിൽ വരുന്ന 3 പാർട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറിബെല്ലോ, പോൺസും, മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. പോൺസ് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഇതെന്താണ്, ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ, മെഡുല്ലയുടെ മുകളിലല്ലേ പോൺസ് ഇരിക്കുന്നത്. പോൺസിൻ്റെ മുകളിലാണ് നമ്മുടെ മിഡ് ബ്രെയിൻ വരുന്നത്. ഓക്കെ, അപ്പോൾ പോൺസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്തുവാണ്? നമ്മുടെ മിഡ് ബ്രെയിനെയും മെഡുല്ലേനെയും കൂടെ കണക്ട് ചെയ്യാം. ഓക്കെ, മിഡ് ബ്രെയിനെയും മെഡുല്ല ഒബ്ലോങ്കേറ്റേനെയും കൂടെ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ നിന്ന് മിഡ് ബ്രെയിനിലോട്ട് കൊടുക്കുക, മിഡ് ബ്രെയിനിൽ തിരിച്ച് മെഡുല്ല ഒബ്ലോങ്കേറ്റയിലോട്ട് കൊടുക്കുക. ഇങ്ങനെ സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി നടുക്ക് ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ പോൺസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ പോൺസിനെ പറ്റി ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സെറിബെല്ലത്തെ പറ്റിയാണ്. ഓക്കെ, സെറിബെല്ലത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് നമ്മുടെ ഹൈൻഡ് ബ്രെയിനിൽ വരുന്ന ഒരു പാർട്ടാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഓക്കെ, സെറിബെല്ലത്തിനെയാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ബ്രെയിനിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് സെറിബ്രം ആണെങ്കിൽ ബ്രെയിനിൻ്റെ ചെറിയ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെറിബെല്ലമാണ്. എന്ന് വെച്ചാൽ സെറിബ്രത്തിന് അത്രയും സൈസ് ഇല്ല ആർക്ക്? സെറിബെല്ലത്തിന് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതെന്നല്ല, കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സെറിബെല്ലത്തിനെ ലിറ്റിൽ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ലിറ്റിൽ ബ്രെയിൻ. സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ബ്രെയിനിൻ്റെ ഏത് പാർട്ടിനെയാണ് ആൽക്കഹോൾ അഫക്റ്റ് ആവുന്നത്? ഓക്കെ, സെറിബെല്ലത്തിൻ്റെ മെയിൻ ഫങ്ഷനാണ് നമ്മുടെ ബാലൻസും പോസ്ചറും. ഓക്കെ, നമ്മുടെ എന്താണ്, ഇപ്പം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ നമുക്ക് നടന്നു പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ വളഞ്ഞൊന്നും പോകത്തില്ല. നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് നടന്നു പോകാൻ വേണ്ടി പറ്റും. ഇപ്പം നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ ആ ബാലൻസ് നമ്മുടെ ബോഡിക്ക് തരുന്നത് നമ്മുടെ സെറിബെല്ലമാണ്. എങ്ങാനും സെറിബെല്ലത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡി ബാലൻസ് എല്ലാം നഷ്ടപ്പെടും. ഓക്കെ, അത് തന്നെയാണ് ആൽക്കഹോളിക് ആയിട്ടുള്ള പേഴ്സൺസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളെ ഈ ആൽക്കഹോൾ ഉറപ്പായിട്ടും സെറിബെല്ലത്തിനെ ബാധിക്കും. പിന്നെ ആ ആൾക്ക് ഉറപ്പായിട്ടും നേരെ നടക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? വളഞ്ഞ് അങ്ങ് പോകും. ഓക്കെ, നേരെ നടക്കണമെങ്കിൽ നമ്മുടെ സെറിബെല്ലം ഓക്കെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സെറിബെല്ലത്തിൻ്റെ മെയിൻ ഒരു ഫങ്ഷനാണ്, സെറിബെല്ലത്തിൻ്റെ മെയിൻ ഫങ്ഷനാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മൂവ്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്യുക, നമ്മുടെ ബോഡിക്ക് ബാലൻസ് ചെയ്യുക, നമ്മുടെ പോസ്ചർ കീപ്പ് ചെയ്യുക. ഇതിന് വേണ്ടി എല്ലാം സഹായിക്കുന്ന നമ്മുടെ സെറിബെല്ലം. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ഇപ്പം കാറ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. അപ്പം ഒരു സമയം ഒരു കാര്യം മാത്രമാണോ ചെയ്യുന്നത്? കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ല, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പം കുറേ കാര്യങ്ങൾ അറ്റ് എ ടൈം തെറ്റ് കൂടാണ്ട് ആക്യുറേറ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ സെറിബെല്ലം ആണ്.
ഓക്കെ, നമ്മളെ മോട്ടോ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സ്കില്ലുകൾ, നമ്മളിപ്പോൾ വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക, ബൈക്ക് റൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കാറ് റൈഡ് ചെയ്യുക, നമ്മൾ സ്വിം ചെയ്യുക, ഡാൻസ് ചെയ്യുക, ഇങ്ങനത്തെ സ്കില്ലുകളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ സെറിബെല്ലം ആണ്. അത് മാത്രമല്ല, ഒരു സമയത്ത് തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ വേണ്ടി, തെറ്റ് കൂടാണ്ട് ഓക്കെ ആക്യുറേറ്റ് ആയിട്ട് നമ്മളെ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ സെറിബെല്ലം ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും ഫങ്ഷൻസ് സെറിബെല്ലവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ സെറിബെല്ലം ആണ്. ഓക്കെ, ലാസ്റ്റ് നമ്മുടെ പോർഷൻ ആണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെയിനിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. നമുക്ക് മെയിൻ പടത്തിൽ സോറി ഓക്കെ ഒരു സെക്കൻഡ്. ഓക്കെ, ഓക്കെ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ്. ഏതെന്ന് പറയുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇതും കൂടെ കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സ്പൈനൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെഡുല്ല ഒബ്ലോങ്കേറ്റ നമ്മൾ ഈ ഒരു പടത്തിൽ എന്താണ് ഇവിടെ കാണുന്നത് ഈ ഒരു പോർഷൻ. ഓക്കെ, ഈ ഒരു പോർഷൻ നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഓക്കെ, അതിനെ കുറച്ചുകൂടെ വലുതാക്കി ഇവിടെ കാണിച്ചേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ മെയിൻ ഫങ്ഷൻ എന്തൊക്കെയാണ്? മെയിൻലി നമ്മുടെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇൻവോളണ്ടറി ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്തൊക്കെ കൺട്രോൾ ചെയ്യും? നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻസ്, ഇപ്പം ബ്ലഡ് പമ്പ് ചെയ്യുക, അതേപോലെ തന്നെ ഹാർട്ട് ഇടിക്കുക. ഓക്കെ, ബ്രീത്തിങ്, റെസ്പിറേഷൻ, ഇതൊന്നും നമ്മുടെ ഇപ്പം ഡൈജഷൻ, ഓക്കെ, എക്സ്ക്രീഷൻ, നമ്മൾ കിഡ്നി ചെയ്യുന്ന എക്സ്ക്രീഷൻ, ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. അപ്പം ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുക, നമ്മുടെ BP കൺട്രോൾ ചെയ്യുക, നമ്മൾ കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുക, റെസ്പിറേഷൻ നടക്കുക, നമ്മൾ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റ് നീക്കം ചെയ്യുക, അതാണ് എക്സ്ക്രീഷൻ. ഇതൊന്നും നമ്മുടെ കൺട്രോളിൽ അല്ലാണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ അറിയാണ്ട് തുമ്മാറുണ്ട്, സ്നീസ് ചെയ്യാറുണ്ട്, ചുമയ്ക്കാറുണ്ട്, കഫ് ചെയ്യാറുണ്ട്, വൊമിറ്റ് ചെയ്യാറുണ്ട്, പിന്നെ നമ്മൾ യാൻ ചെയ്യാറുണ്ട്, കോട്ടു വിടാറുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം മെയിൻലി ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈൻഡ് ബ്രെയിനിലെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിലുള്ളത്. ഓക്കെ, അപ്പം ബ്രെയിനിൻ്റെ പാർട്സ്. ഓക്കെ, ഫോർ ബ്രെയിനിലെ നമ്മൾ സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ് പറഞ്ഞു. മിഡ് ബ്രെയിൻ ആ ഒരു പാർട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഹൈൻഡ് ബ്രെയിനിലെ സെറിബെല്ലം, പോൺസും മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അപ്പം ഈ ഓരോ പാർട്സ് എന്തൊക്കെയാണ്, ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? ഓക്കെ, അപ്പോൾ പെട്ടെന്ന് സെറിബ്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ മെമ്മറി, ഇൻ്റലിജൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെറിബ്രമാണ്. സെറിബെല്ലം മെയിൻലി പെട്ടെന്ന് നമുക്ക് പറയേണ്ട ഫങ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ബാലൻസ്, പോസ്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടി സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. മെഡുല്ല ഒബ്ലോങ്കേറ്റ പെട്ടെന്ന് എന്ത് പറയുക, ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ കൺട്രോളിലാണ്ട് നടക്കുന്നത് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ബ്രെയിനിൽ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ ടോപ്പിക്സ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.